അവരിത് ഏറ്റെടുത്ത് 50 വർഷമായി. ഈ 50 വർഷക്കാലവും ഇവരുടെ അടുത്ത് എന്ത് പരാതി കൊടുത്താലും അറിയാത്ത മട്ടാവ് നടക്കുന്നത്. ഇവിടെ MLA അടുത്തുണ്ട്, MLA അടുത്ത് പറഞ്ഞിട്ടുണ്ട്, പല പരാതികളും കൊടുത്തിട്ടുണ്ട്. ഇന്നേ വരേക്കും ആരും ഒരു സംഭവം ഇത് എവിടാ ഈ സംഭവം എന്നുള്ളത് അറിഞ്ഞിട്ടുമില്ല, കണ്ടിട്ടുമില്ല, കേട്ടു. എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് തീരുമാനം ഉണ്ടാക്കി തരണം. ഞങ്ങളുടെ ജീവനും വിലയുള്ളതാണ്. പിന്നെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഏതെങ്കിലും കുഞ്ഞുങ്ങൾക്കും വല്ലതും ഈ പുലിയിൽ നിന്ന് എന്തെങ്കിലും അപകടം പറ്റിക്കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ആയിരിക്കും പ്രതികരിക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. ഞങ്ങളുടെ ജീവനും ഞങ്ങൾക്ക് വില കൽപ്പിച്ചേ പറ്റത്തുള്ളൂ. പത്തനാപുരം വീണ്ടും കാട്ടുപത്തനാപുരത്തിലേക്ക് കൂപ്പുകുത്തുന്നു. ഈ സംശയമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പത്തനാപുരത്തു നിന്നും ഉയർന്നു കേൾക്കുന്നത്. നമ്മൾ പിന്നെ ഈ 2 ആഴ്ച മുമ്പ് ഈ കിറുള ഭാഗത്ത് വെച്ച് പിന്നെ കടുവയെ കണ്ടതാണ്. പിന്നെ ഫോറസ്റ്റ് അത് പിന്നെ അതിൻ്റെ കുളമ്പും അതിൻ്റെ കാലെല്ലാം കണ്ടിട്ട് പറഞ്ഞാണ് ഇത് കടുവയാണ്, ഇത് പുലിയല്ലെന്ന്. അങ്ങനെ ഇത് ഇന്നലെ 3 ട്രിപ്പ് ഒരു പയ്യനിലെ കൂടി നമ്മൾ പോയപ്പോൾ വണ്ടിക്ക് ക്രോസ് ചെയ്ത് അവൻ്റെ തലയുടെ മണ്ടയിൽ കൂടി ക്രോസ് ചെയ്ത് പാസ് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ടാണ് ഇത് ഞങ്ങൾ 3 ട്രിപ്പ് ഇതിനെ ഓടിച്ചു. ഫോറസ്റ്റുകാർ 2-3 ട്രിപ്പ് കൂടെ വന്നിട്ട് അവർ അനങ്ങാതെ അവർ പിന്നെ വണ്ടിയുടെ തന്നെ പോയി. അതേപോലെ അതിനുശേഷം ഫാമിംഗ് കോർപ്പറേഷൻ്റെ അകത്ത് ഈ യഥാർത്ഥമായിട്ട് ഈ കാർഡ് എടുക്കാൻ ഈ ഫോറസ്റ്റുകാർ പറഞ്ഞിട്ട് പോയതാണ്. ഇതുവരെ അത് ചെയ്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഇത് പിന്നെ കൂട് സ്ഥാപിച്ചില്ല എന്നുണ്ടെങ്കിൽ ഫാമിൽ ഒറ്റ വണ്ടി ഈ റോഡേ വരത്തില്ല, അത് തടയും ചെയ്യും. താഴെ കുഴിയിലാണ് കണ്ടത്, കലങ്ങിൻ്റെ അവിടെ കണ്ടെന്നാ പറഞ്ഞത്. അവിടെ കണ്ട് ഉമ്മാരൊക്കെ കണ്ടായിരുന്നു സാധനത്തെ. ക്രോസ് അടിച്ചിട്ട് പിന്നെ താഴെ ആ ചാലിൻ്റെ അത് കിടക്കുമായിരുന്നു. ഫോറസ്റ്റുകാർ വന്ന് മേളി ഭാഗത്തൊക്കെ നോക്കിയിട്ട് പിന്നെ പോയിട്ട് പിന്നീട് ഞങ്ങൾ നോക്കിയപ്പോൾ ഭയങ്കര അനക്കം. ഞങ്ങൾ പിന്നെ വെട്ടം കൊണ്ട് ഞങ്ങൾ ഇറങ്ങി, നാട്ടുകാരിറങ്ങി, ഇവിടുത്തെ കുറച്ച് പിള്ളേർ ഇറങ്ങി നോക്കിയപ്പോൾ ചാടിപ്പോവാ, പൂച്ചയുടെ കൂട്ടൊരു സാധനം ചാടിപ്പോയി വെപ്പോട്ട് ചാടി ആ നമ്മുടെ ഈ സോളർ ലൈൻ ഇട്ടിട്ടുണ്ട് അതിൻ്റെ അകത്തോട്ട് ചാടി കയറിയിട്ട് പിന്നെ അതിനെ കണ്ടില്ല, കയറി പമ്മുമായിരുന്നു. അത് കഴിഞ്ഞൊരു ഒന്നര കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാം കൂടെ മേളിൽ തന്നെ ഇരിക്കും, റോഡിൽ തന്നെ ഇരിക്കുമായിരുന്നു ഞങ്ങൾ കൂട്ടുകാരെല്ലാം കൂടെ. അപ്പോഴാണ് എന്നെ പോലെ ഇവിടുത്തെ വീട്ടിലെ ചെറുക്കം വിളിച്ചിട്ട് പറഞ്ഞു ഇന്നെ പോലെ ഇവിടെ താഴെ കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളെല്ലാം ഇറങ്ങി വന്ന് അകത്ത് നിന്ന് നോക്കിയപ്പം സംഭവത്തെ കണ്ടായിരുന്നു. എന്നിട്ട് നേരെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് അപ്പോൾ ആദ്യമൊന്നും അനക്കൊന്നുമില്ല, ശബ്ദമൊന്നുമില്ല, പട്ടി വരെ ഒന്നുമില്ലായിരുന്നു, ഫുള്ള് സൈലൻ്റ് ആയിരുന്നു പുള്ളി. അപ്പോൾ അതിലെ കൂടെ നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് പട്ടിയൊക്കെ വന്ന് ഞങ്ങൾ വെട്ടം കൊണ്ട് ഇറങ്ങിയപ്പോഴത്തേന് പട്ടി മാത്രമേ ഉള്ളൂ. ആൾ അതിലെ കൂടെ അങ്ങോട്ട് പോയാൽ കാട്ടാനയും പുലിയും പന്നിയുമൊക്കെ നാട്ടുകാരുടെ സ്വൈരജീവിതം തകർക്കുന്ന രീതിയിൽ നാട്ടിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ പത്തനാപുരത്ത് ചോദിക്കുവാനും പറയുവാനും അധികാരികൾ ആരുമില്ലാത്ത സ്ഥിതിയാണ്. 2 മാസം മുന്നേ മുതലേ ഇവിടെ ഫാമിംഗ് കോർപ്പറേഷനിൽ പുലി ഇറങ്ങിയിട്ടുണ്ട്. ഒത്തിരിയും കന്നാലികളെ പിടിച്ചിട്ടുണ്ട്, വെട്ടുകാർ കണ്ടിട്ടുണ്ടെന്നും ഒക്കെ പറയുന്നുണ്ട്. പക്ഷേ ആരും അതിനകത്തൊരു തീരുമാനവും നീക്കുമൊക്കെ ഉണ്ടാക്കിയിട്ടില്ല. ഇന്നലെ എൻ്റെ വീട്ടിൽ ഞങ്ങൾ പുലിയെ കണ്ടിട്ടുണ്ട്, ഞാനും എൻ്റെ മക്കളും കണ്ടിട്ടുണ്ട്, ഒരു രാത്രി 12:30 ആയപ്പോൾ. അതുകൊണ്ട് പിന്നെ ഇതിനകത്ത് ആരെങ്കിലും എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കി തരണം. നിങ്ങളാരും അന്വേഷിക്കാനൊക്കെ വരാത്തത് കൊണ്ട് ഞങ്ങൾ കൊച്ചു പിള്ളേരുള്ളടവാ, പിള്ളേർക്ക് സ്കൂളിൽ പോകണം, പള്ളിയിൽ പോകണം, ആണുങ്ങളെല്ലാം ജോലിക്ക് പോകുന്നവരാ, ഞങ്ങൾ പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ പകലിവിടെ. അപ്പം പിന്നെ ഇതിനകത്ത് നിങ്ങളാരും കൂട് വയ്ക്കുന്നു, കൂട് കൊണ്ടുവന്നു, പിന്നെ ഫോറസ്റ്റുകാർ വരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഞങ്ങൾ കാണുന്നു, കൂട് വെക്കുന്നതൊന്നും കാണുന്നു, ഞങ്ങൾ കാണുന്നില്ല. എന്തുവാന്ന് വെച്ചാൽ ഇതിനകത്ത് തീരുമാനം ഉണ്ടാക്കി തരണം. ഞങ്ങളുടെ ജീവനും വിലയുള്ളതാണ്. പിന്നെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഏതെങ്കിലും കുഞ്ഞുങ്ങൾക്കും വല്ലതും ഈ പുലിയിൽ നിന്ന് എന്തെങ്കിലും അപകടം പറ്റിക്കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ആയിരിക്കും പ്രതികരിക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. ഞങ്ങളുടെ ജീവനും ഞങ്ങൾക്ക് വില കൽപ്പിച്ചേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഇതിനകത്തൊരു തീരുമാനം ഉണ്ടാക്കി തരണം. ഞങ്ങളെല്ലാവരും പുലിയെ കണ്ടുവരാം. ഇന്നലെ ഈ നാട്ടിലുള്ള ചെറുപ്പക്കാർ പിള്ളേരെല്ലാം വന്ന് ഒരു 4 മണി വരെ ഇവിടെ ചുറ്റും കൂടി നിന്ന് അയ്യം മൊത്തവും കിടന്ന് കറങ്ങുമായിരുന്നു പുലിയെ തിരക്കി. പക്ഷേ ഞങ്ങൾ കണ്ടില്ല, പിന്നെ അതെങ്ങോട്ട് പോയിന്ന് കണ്ടില്ല. പക്ഷേ ഈ ചുറ്റുവട്ടത്തൊക്കെ ഉണ്ട്, എല്ലാവരും മിക്കവാറുള്ള ഏകദേശപ്പെട്ടവരെല്ലാവരും അതിനെ കണ്ടിട്ടുമുണ്ട്. വൈകിട്ടൊരു 6-7 മണിയോട് കൂടി ആ മേളി മമ്മൂസൻ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ആടുണ്ടായിരുന്നു. ആ ആടിൻ്റെ അതിലേ കൂടെ വന്ന് ആടെല്ലാം കൂടെ ബഹളം ഉണ്ടാക്കിയപ്പോൾ അതിലേ കൂടെ താഴെ പുരടത്തി ചാടിയായിരുന്നു. താഴെ തൊട്ടടുത്ത ഈ പുരടത്തി ചാടിയിട്ട് ഇതിലേ കൂടെ കാട്ടി കയറി ഒളിച്ചു. അപ്പോഴത്തേക്ക് കടമുക്ക് ചെയ്യുന്ന ആൾക്കാരെല്ലാം കൂടെ വന്നു. രാത്രി ഒരു 9 മണിയോടെ കൂടി ഇവനെ വീണ്ടും കണ്ട് അടിച്ചോടിച്ച് കാട്ടി കൊണ്ട് കയറ്റി വിട്ടപ്പോഴത്തേക്ക് ഫോറസ്റ്റുകാരൊക്കെ മേളിൽ വന്ന് കിടപ്പുണ്ടായിരുന്നു. അവരാരും പിന്നെ ഇങ്ങോട്ട് വന്നില്ല, എല്ലാം അവിടെ നിന്നതേ ഉള്ളൂ. അതിനുശേഷമാണ് എല്ലാവരും ഒന്ന് ഒതുങ്ങിയതിന് ശേഷമാണ് രാത്രി ഒരു 12:15 മണിയോടെ ഒരു 12:10 ആയപ്പോഴത്തേക്ക് ഇവിടെ വന്ന് പട്ടി വരച്ചപ്പോൾ നോക്കിയപ്പോൾ 2 പുലി ഇപ്പോൾ ഉണ്ട്. അപ്പോൾ ഇവിടെയുള്ള പിള്ളേർ സെറ്റ് ആൾക്കാരെല്ലാം കൂടെ വന്ന് ലൈറ്റടി ഉണങ്ങിയപ്പോഴത്തേക്ക് ഇവൻ എങ്ങോട്ട് പോയെന്ന് കണ്ടില്ല. പിന്നെ അതിനുശേഷം കണ്ടില്ല. പക്ഷേ ഈ ഭാഗത്ത് തന്നെ ഉണ്ട്. അടിച്ചോടിച്ചു വിട്ട പിള്ളേർ പറയുന്നത് കടുവയാണെന്ന് പറയുന്നു. വ്യക്തമായിട്ടുള്ള തീരുമാനമായിട്ടില്ല. ഈ കാണുന്ന പ്രദേശങ്ങളിലാണ് കഴിഞ്ഞ ദിവസം രാത്രിയോടെ പുലിയെ നാട്ടുകാർ കണ്ടെത്തിയത്. ഒരു 12 മണി ആയപ്പോഴത്തേക്ക് ഇവിടെ വന്ന് നിൽക്കുന്നൊരു പട്ടി ഉണ്ടായിരുന്നു. രണ്ട് ഉണ്ടായിരുന്നു പറഞ്ഞു. അത് പിന്നെ ലൈറ്റൊക്കെ അണച്ചു നോക്കിയപ്പോൾ പിന്നെ കണ്ടില്ല. അത് എവിടെയാണെന്ന് നമുക്കറിയത്തില്ല. അങ്ങ് ഇവിടെ കിടന്ന് ജീവിക്കണ്ടേ, ഞങ്ങൾ ഈ നാട്ടുകാർക്ക് ഇവിടെ വന്ന് ജീവിക്കണ്ടേ. വ്യക്തമായിട്ട് കണ്ടോ? ആ പുലി കൊണ്ട് കടുവ ഉണ്ടെന്ന് പറഞ്ഞു, 2 എണ്ണമാണെന്ന് പറഞ്ഞു. ഈ സാഹചര്യത്തിൽ ഫോറസ്റ്റുകാർക്കോ SFCK വകുപ്പിനോ ഇവിടുത്തെ കാട് വെട്ടിത്തെളിക്കുന്നതിന് ഒരു നടപടിയും സ്വീകരിക്കാൻ ഇന്നുവരെയും കഴിഞ്ഞിട്ടില്ല.
ഫാമിൻ്റെ ആ ഭാഗത്തെത്തിയപ്പോഴത്തേക്കിനും അനക്കം കേട്ട് ഒരുവിധം ഭാഗങ്ങളെല്ലാം ഞങ്ങൾ കണ്ട്. പാറയുടെ ആ സൈഡിലായിരുന്നു. ഇത് പെട്ടെന്ന് അങ്ങ് ഓടിപ്പോവായിരുന്നു. അത് കഴിഞ്ഞിട്ടൊരു 12:30, അത് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാം ഫാമിൽ തന്നെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടൊരു 12:30, 12:45 ആയപ്പോഴത്തേക്കിനും ഇവിടെ എൻ്റെ വീടിന് താഴെ ഇവിടെ ഈ ഭാഗത്ത് വന്നായിരുന്നു. നേരിട്ട് അത് കണ്ടോ? അത് നേരിട്ട് ഉണ്ടായിരുന്നു. നല്ല ഹൈറ്റ് ഉണ്ട്, പട്ടിയൊന്നുമല്ല, നല്ല ഇത്രത്തോളം പൊക്കമൊക്കെ ഉണ്ടായിരുന്നു. അതുപോലായിരുന്നു അവിടെ. പെട്ടെന്ന് തന്നെ ചാടി ആനപ്പേടിയും പുലിപ്പേടിയും ഒക്കെ നടുമുരുപ്പ് കുമ്പിക്കൽ നിവാസികളെ വളരെയധികം ഭീതിയിലാഴ്ത്തുകയാണ്. എന്ന് കഴിഞ്ഞ ദിവസം ഈ ഭാഗത്താണ് നാട്ടുകാർ പുലിയെ കണ്ടത്. ഇത് പുലിയാണോ കടുവയാണോ എന്ന് ഇനിയും ഉദ്യോഗസ്ഥർക്ക് തിരിച്ചറിയാൻ പോലും കഴിഞ്ഞിട്ടില്ല. നാട്ടുകാരനായ ഇദ്ദേഹത്തോട് തന്നെ നമുക്ക് ഇതേക്കുറിച്ച് ചോദിക്കാം. ഈ ഭാഗത്ത് നിരന്തരമായി പുലികളെയൊക്കെ കണ്ടുവരുന്നൊരു സാഹചര്യമുണ്ട്. അധികാരികളുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും ഒരു നടപടിയോ ബന്ധപ്പെട്ട ജനപ്രതിനിധികളോ MLAയോ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു വരികയോ ജനങ്ങളുടെ ഒരു ആശങ്ക അകറ്റുന്നതിന് വേണ്ടി എന്തെങ്കിലും തരത്തിലുള്ള ഒരു നടപടിയോ ഉണ്ടായിട്ടുണ്ടോ ഇന്ന് വരെ? ഒരു നടപടിയും ഉണ്ടായിട്ടില്ല ഇന്ന് വരെയും. ഞാൻ 1 മാസത്തേക്ക് മുമ്പേ പുലി ഈ ഭാഗത്ത് വെച്ച് തന്നെ കണ്ടു. കുളിക്കാൻ ഇറങ്ങിയപ്പം മേളിൽ നിന്ന് പയ്യെ വരുന്നുണ്ട്. ഞാനിവിടെ നിന്ന് വാ ഒഴിച്ച് അത് ഓടിപ്പോവുകയും ചെയ്തു. പിന്നെ ഇന്നലെ എൻ്റെ വീട്ടിൻ്റെ പരിസരത്ത് തന്നെ പുലിയെ കണ്ടു. അപ്പോൾ ഒരു ബൈക്കുകാരൻ റോഡിൽ കൂടി പോകുമ്പോൾ ബൈക്കിൻ്റെ തൊട്ടടുത്തുകൂടി തന്നെ ഇത് മറിഞ്ഞു പോവുമായിരുന്നു. അങ്ങനെ പോയി കഴിഞ്ഞ് ആളുകളെല്ലാം കൂടി പിന്നെ ഇതിനെ വിരട്ടി ഓടിച്ചു. വീണ്ടും വന്നു. എനിക്ക് 2-3 ആടുണ്ട്. ആട്ടിൻ്റെ അടുത്ത് വന്നു. വീണ്ടും ലൈറ്റും കൊണ്ട് ഞാൻ ഇറങ്ങി, വെട്ടത്തിയും കൊണ്ട് ലൈറ്റും കൊണ്ട് ഇറങ്ങി വീണ്ടും അത് ഓടിച്ചു. അപ്പോൾ ഫോറസ്റ്റുകാരും വന്നു. അവരുടെ അടുത്ത് ഞാൻ പരാതി പറഞ്ഞപ്പം ഫോറസ്റ്റുകാർ പറഞ്ഞത് ഫാമിംഗ് കോർപ്പറേഷൻ ഇന്ന് വരയ്ക്കും ഒരു പരാതിയും സ്വീകരിച്ചിട്ടില്ല, കൊടുത്തിട്ടുമില്ല, ഈ കാടൊട്ട് തെളിക്കുന്നുമില്ല. ഞാനും അതിനകത്ത് ജോലിക്കാരനായിരുന്നു. ഞാൻ 300 പ്രാവശ്യം ഉദ്യോഗസ്ഥന്മാരുടെ അടുത്തെല്ലാം പറഞ്ഞിട്ടുണ്ട്, ചെയ്യത്തില്ല. അവർ ചെയ്യാൻ അവർക്ക് ഫണ്ടില്ലെന്നാണ് പറയുന്നത്. ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ഒരു സ്ഥാപനമാണ് ഫാമിംഗ് കോർപ്പറേഷൻ. അവിടെ ഫണ്ടില്ലെന്നാണ് പറയുന്നത് ഈ കാടൊക്കെ എടുക്കാനായിട്ട്. ഇതിപ്പോൾ 1 മാസമായി. ജനങ്ങളെ പലരും ഇത് കണ്ട് ഭയന്ന് ഓടുക. ഇതിനെ ഇവരൊരു പരിഹാരം ഉണ്ടായിട്ടില്ല. MLA തിരിഞ്ഞു പോലും ഈ വഴിക്ക് കണ്ടിട്ടില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയും കണ്ടിട്ടില്ല. 50-55 വർഷം കൊണ്ട് കുളിക്കുന്നതെന്ന് എനിക്ക് നല്ല ഉണക്ക സമയത്ത് വിടുക. അപ്പോൾ കുളിക്കാതെ നനയ്ക്കാതിരിക്കാൻ നോക്കൂ എന്ന് പറയുന്നുണ്ട്. പറയുമ്പോൾ അവർ പറഞ്ഞു ഞാൻ ഒരു പരിഹാരം ഉണ്ടാക്കാം, നിങ്ങളെല്ലാം കൂടി ചേർന്ന് ഒരു പെറ്റീഷൻ തയ്യാറാക്കി ഫാമിൽ കൊടുക്കണം, ഇല്ലെന്നുണ്ടെങ്കിൽ അതിനുള്ള നിയമം ചെയ്യണമെന്ന് പറഞ്ഞു. ഇവരനങ്ങുന്നേയില്ല. ഇവർ പിന്നെ ഈ ഒരു പരാതിയും അവർ തയ്യാറായിട്ടില്ല. അവരിത് ഏറ്റെടുത്ത് 50 വർഷമായി. ഈ 50 വർഷക്കാലവും ഇവരുടെ അടുത്ത് എന്ത് പരാതി കൊടുത്താലും അറിയാത്ത മട്ട അവർ ഇവിടെ നടക്കുന്നത്. ഇവിടെ MLA അടുത്തുണ്ട്, MLA അടുത്ത് പറഞ്ഞിട്ടുണ്ട്, പല പരാതികളും കൊടുത്തിട്ടുണ്ട്. ഇന്നേ വരേക്കും ആരും ഒരു സംഭവം ഇത് എവിടാ ഈ സംഭവം എന്നുള്ളത് അറിഞ്ഞിട്ടുമില്ല, കണ്ടിട്ടുമില്ല, കേട്ടിട്ടില്ല. കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പും ഈ ഭാഗത്ത് തന്നെയാണ് ഒരു പുലിയെ നാട്ടുകാർ കണ്ടത്. ഒടുവിൽ അത് കടുവയാണെന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കും സ്ഥിരീകരിക്കേണ്ടി വന്നു. കാട്ടിലിറങ്ങുന്നത് ആനയോ പുലിയോ കടുവയോ എന്ന് പോലും തിരിച്ചറിയാൻ ആർക്കും അറിയാത്തൊരു അവസ്ഥയാണ് ഇന്ന് ഈ മേഖലയിലുള്ളത്. പലതവണ മന്ത്രി ഗണേഷ് കുമാർ ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയിട്ടും ആരും ഉത്തരവാദിത്തപ്പെട്ട നടപടികൾ സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല എന്നാണ് പലരും പറഞ്ഞു വെക്കുന്നത്. SFCK അധികാരികളും വനം വകുപ്പും പരസ്പരം പഴിചാരി ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുമ്പോൾ ഇനി ഈ മേഖലയിൽ ആരുടെ ജീവൻ പൊലിയുന്നത് കാത്തിരിക്കുകയാണ് അധികാരികളെന്ന വലിയൊരു ചോദ്യമാണ് ഞങ്ങൾ ഉയർത്തുന്നത്. ക്യാമറമാൻ വിപിൻ മോഹനും VV ഉല്ലാസ് രാജിനുമൊപ്പം കുമ്പിക്കലിൽ നിന്നും റിജോ പത്തനാപുരം.